താനിനാനോ താനിനാനോ താനോ താനിനാനോ താനിനാനോ ഞാനും കളിയനും തോട്ടുവരം പോകുന്നേരം തോട്ടു വരമ്പത്തോരു ചക്കത്തുണ്ടം കൊണ്ടേ വന്ന് നെഞ്ചില് മുക്കി തിന്നുന്നേരം വിളക്കത്ത പാട്ട പോലെ എന്റെ മോതിരം വന്നു. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ. അന്ന കത്തിയും വല്യനാടാ കോഴിക്കോട്ടെ കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ട് കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പെണ്ണ് കെട്ടിട്ട്. പോണോ? ഹലോ ഹലോ ഹലോ. എന്താണ് ഇത്? ആദിവാസി. ആദിവാസി? ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിൽ അത് കിടക്കില്ല. നിന്നെ വല്ല അകളിയിലും അട്ടപ്പാടിലും ഇടേണ്ട സൈസാ. നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ? മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു. എന്താ അച്ഛന് നോട്ടമുണ്ടോ? രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ. അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീണോളൂ. അതെ, അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ. വന്ന് വീണത് കണ്ടില്ലേ? എടാ, നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കഷ്ടകാലോ? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ കഷ്ടകാലത്തിലൊക്കെ വിശ്വാസം തുടങ്ങിയല്ലേ? അല്ല, എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് ഞാനോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, അച്ഛനും മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഒരുത്തി ഓമാരെ ചീത്തയാക്കിയത്. അച്ഛന്റെ തലയ്ക്കകത്ത് 100 കൂട്ടം പ്രശ്നങ്ങളാ. ഓഫീസിൽ പ്രശ്നം, പണിസ്ഥലത്ത് പ്രശ്നം, അതിനിടെ നിങ്ങളും കൂടെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ചെന്നാലും കഴിക്കാൻ നോക്ക്. അതെ, പ്രധാന ജോലി ആദ്യം നടക്കട്ടെ. കുട്ടിപ്പിക്കാണ്ടായോമാരും. അച്ഛാ, അച്ഛന്റെ ഈ കോൺട്രാക്ട് ബിസിനസ് നേരെ ചൊവ്വേ നടക്കാത്തത് ഞങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞുകൊണ്ടല്ല, ശത്രുക്കളുടെ പാരയാ. പാരയോ? ആ, സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി എത്തിയതിനു ശേഷം അച്ഛൻ സത്യസന്ധമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ? അതാ, അച്ഛൻ ഇവിടെ ഒരു നിലനിൽപ്പുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് കൃഷ്ണവിഹാറിലെ ശങ്കരപ്പിള്ളയാ. അയാളാണ് അച്ഛന്റെ ഏറ്റവും വലിയ പാരപ്പിള്ള. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഒരുപാട് വെണ്ണയെല്ലാം കട്ടു നിന്നിട്ടുള്ളതല്ലേ അവിടുന്ന്? ഈ ശങ്കരന് എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. പ്രിയ, വീട്ടിനെ കുളിപ്പിച്ച് കോമ്പ് ചെയ്ത് കഴിഞ്ഞോ? അയ്യോ, എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? യോഗാസനം. ഇങ്ങനെ തലകുത്ത് നിൽക്കാൻ ഒരു യോഗം വേണം. സൂക്ഷിച്ച് പെടലി ഒടിഞ്ഞു പോവും. നിന്റെ തള്ള എന്തിയെ? അവളും ഇതുപോലെ പലയിടത്ത് തലകുത്ത് നിൽക്കുന്നുണ്ടാവും. തലകുത്തി നിൽക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? 2-3 പ്രാവശ്യം അറിയാതെ വെള്ളമടിച്ച് ഞാൻ തലകുത്തി വീണിട്ടുള്ളതല്ലാതെ അച്ഛൻ ഇതൊന്നും പരിചയമില്ലല്ലോ. അമ്മയ്ക്ക് രാവിലെ 10 മണിക്ക് മംഗലാസനത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിന് മണി 7 ആയുള്ളൂ. അപ്പ അവളാ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അല്ല, രാവിലെ തന്നെ ഇറങ്ങായോ? ഇന്നെന്താണാവോ മകളുടെ പ്രശ്നം? ഒരു സെമിനാറാ, ശാലീനത്വം നഷ്ടപ്പെടുന്ന കേരള വനിതകൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രധാന ചർച്ച. എന്താ നോക്കുന്നേ? ഏയ്, എന്റെ ഭാര്യയുടെ ശാരീരിക സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചതാലേ. പതുക്കെ, മോള് കേക്കും. മമ്മി റെഡി, ഹറിയ. കേരള വനിതകളുടെ ശാലീന സൗന്ദര്യത്തിൽ പട്ടിക്കെന്താണാവോ പങ്ക്? എന്തിനാണ് ഈ ശവത്തിനെ കെട്ടിയെടുത്തോണ്ട് പോണത്? മിസ്സസ് മേനോന്റെ കാറിൽ എപ്പോഴും ഡോഗ് ഉണ്ടാവും. നമ്മുടെ സ്റ്റാറ്റസ് നമ്മളും കീപ്പപ്പ് ചെയ്യണ്ടേ? പോട്ടെ, ബൈ. പട്ടി ജനിച്ച നക്ഷത്രത്തിന്റെ ഗുണം.
ഹലോ, ആ ശങ്കരപ്പിള്ള തന്നെ. സാറേ ഞാനാ, യൂണിയൻ നേതാവ് വക്കച്ചൻ. പറഞ്ഞ കാര്യം എന്തായി വക്കച്ച? നമ്പ്യാർ ഇവിടെ വളർന്നാൽ അത് എനിക്ക് വലിയ ദോഷമാ. സിംഗപ്പൂരിൽ നിന്ന് കുറെ പണവുമായിട്ടാൽ ഇവിടെ വന്ന് എന്നോട് മത്സരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? എനിക്ക് കിട്ടേണ്ട പല കോൺട്രാക്റ്റുകളും അത് കയറി വിട്ടിയില്ലേ? അയാളെ ഒതുക്കിയേ പറ്റൂ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതെ എങ്ങനെയാ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കുന്നു സാറേ? ആ യൂണിയൻ നേതാക്കന്മാർക്ക് കാര്യം ഉണ്ടാക്കാനാണോ വിഷമം? എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയേ പറ്റൂ. വക്കച്ചനെ ഞാൻ നേരാപണ്ണം കണ്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്പ്യാരുടെ സൈറ്റിലെ എല്ലാ പണികളും ഞാൻ സ്തംഭിപ്പിച്ചിരിക്കും. തൊഴിലാളിക്കൊരു പ്രശ്നം വന്ന എല്ലാം എല്ലാം ഒന്നാണ്. നിരീശ്വരവാദി നമ്പ്യാർ മൂർദാബാദ്. മുതലാളി അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. ആ പിടിച്ചോ ഞാനിപ്പോരാ. കള്ള നമ്പ്യാരെ. ഈ സമരം അനാവശ്യമാണ്. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നിൽ സംഘടിതരായ തൊഴിലാളി വർഗം മുഴുവനുണ്ട്, അല്ലാതെ മറ്റാരുമില്ല. ശങ്കരപ്പിള്ളയുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് വക്കത്തിന് പോലെ തെണ്ടിത്തരം കാണിക്കരുത്. ഒരു വക അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, സിമന്റ് കൂടുന്ന മെക്കാട്ട് പെണ്ണുങ്ങളോട് തന്നെ തല്ലിയും. അതിലും ഭേദം താൻ തന്നെ അല്ലെന്നാ. സദാശിവ, എന്താണോ ഈ കാണിക്കുന്നേ? അവിടെ ഇരുന്നേ. വേണ്ട, എന്നെ അങ്ങനെ ഇരുത്തണ്ട, ഞാനവിടെ നിന്നോളാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് എഴുന്നേക്കാം. അതാ നല്ലത്. ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത്. വക്കച്ചോ, ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചൻ അറിയാമല്ലോ. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്ന ഇരപ്പാളിത്തര ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കുമല്ലേ? പ്രതികരിക്കും. ഒന്ന് പ്രതികരിച്ചു നോക്ക്. ഈ അടിച്ചത് പിള്ളേരുടെ മുഖത്തിട്ടാണെന്ന് പറയണ പുല്ലേ. താനൊരു തൊഴിലാളി നേതാവിനെ തല്ലിയല്ലോ. ഇന്നാളെ ഞാൻ കേരളാവൻ കുറയ്ക്ക് ആവശ്യമിരിക്കുന്നു. നമ്പ്യാരുടെ ഗുണ്ടായി സംസാരിപ്പിക്കുക. കേരള ബന്ദ് സിന്ദാബാദ്. കണ്ട എംബോക്കിയല്ല ആഴ്ചയിൽ 10 ബന്ദ് പ്രഖ്യാപിച്ച് മനുഷ്യനെ പൊറുതി മുട്ടിക്കുന്നതുകൊണ്ട് ഈ ബന്ദിന്റെ വിലയൊന്നു പോയി. ആരോന്ന് പ്രഖ്യാപിക്കണം. പിന്നെ തല്ലിയല്ലോ. ഭാരത ബന്ദ് സിന്ദാബാദ്. കള്ള നമ്പ്യാരെ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല. നാളെ ഭാരത ബന്ദാണ്. ഭാരത് ബന്ദ് സിന്ദാബാദ്. പൂരാച്ചി നമ്പ്യാർ മൂർദാബാദ്. പൂരാച്ചി നമ്പ്യാർ നീതി പാലിക്കുക. പൂരാച്ചി നമ്പ്യാർ നീതി പാലിക്കുക.